ഏഷ്യ കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായതിനു പിന്നാലെ തുടങ്ങിയ ട്രോഫി വിവാദം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇതിനിടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന മറ്റൊരു ടൂർണമെന്റ് നടക്കാനിരിക്കുകയാണ്. റേസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇതോടൊപ്പം UAE, ഒമാൻ, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളും കളിക്കും. നിലവിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന അഭിഷേക് ശർമ്മ, തിലക് വർമ്മ എന്നിവരെല്ലാം നേരത്തെ ഈ ടൂർണമെന്റിൽ പങ്കെടുത്തവരാണ്. ഇത്തവണയും ശക്തമായ ടീമിനെ തന്നെയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർസിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജിതേഷ് ശർമ്മയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഇന്ത്യൻ സീനിയർ ടീമിൽ സ്ഥിര സാന്നിധ്യമായി മാറാൻ ശ്രമിക്കുന്ന ജിതേഷിന് കഴിവ് തെളിയിക്കാനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നവംബർ 14-ന് UAEക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. പാകിസ്ഥാൻ ടീമിനെതിരെ ഇന്ത്യയുടെ പോരാട്ടം നവംബർ 16-നാണ്. ഇന്ത്യയുടെ ടീം ഇത്തവണ റേസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് കിരീടം നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ടൂർണമെന്റിൽ ഇന്ത്യ കളത്തിലിറക്കാൻ സാധ്യതയുള്ള ബെസ്റ്റ് 11 പരിചയപ്പെടാം. ഓപ്പണിംഗിൽ വൈഭവ് സൂര്യവംശിയും പ്രിയാൻഷ് ആര്യയും കളിക്കാനാണ് സാധ്യത കൂടുതൽ. വൈഭവ് ഇതിനോടകം തന്റെ മികവ് തെളിയിച്ചു കഴിഞ്ഞു. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ച വൈഭവ് സൂര്യവംശി വെടിക്കെട്ട് സെഞ്ചുറി നേടി ടൂർണമെന്റിലെ ഇന്ത്യക്കാരന്റെ അതിവേഗ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയെടുത്തിരുന്നു. ഇന്ത്യൻ അണ്ടർ-19 ടീമിനൊപ്പം വിദേശ പര്യടനങ്ങളിലടക്കം തകർത്തടിച്ച വൈഭവ് രഞ്ജി ട്രോഫിയും കളിച്ചാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. വൈഭവിന്റെ കരിയറിൽ വരാനിരിക്കുന്ന റേസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് വളരെ നിർണായകമാണെന്ന് നിസ്സംശയം പറയാം. 2025 IPL-ൽ 180-നടുത്ത് സ്ട്രൈക്ക് റേറ്റിൽ 475 റൺസ് നേടിയ പ്രിയാൻഷ് ആര്യയും കഴിവ് തെളിയിച്ച യുവതാരമാണ്. 3-ാം നമ്പറിൽ ഇന്ത്യ നേഹൽ വധേരയെ കളിപ്പിക്കും. 25-കാരനായ താരം ഇക്കഴിഞ്ഞ IPL സീസണിൽ പഞ്ചാബ് കിങ്സിനൊപ്പം കളിച്ച് ശ്രദ്ധ നേടിയ താരമാണ്. 16 മത്സരങ്ങൾ കളിച്ച് 369 റൺസായിരുന്നു 2025 IPL-ലെ വധേരയുടെ സമ്പാദ്യം. 4-ാം നമ്പറിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ നമൻദിറിനെ പ്രതീക്ഷിക്കാം. വമ്പനടിക്കാരനായ നമൻദിർ മുംബൈ ഇന്ത്യൻസിലൂടെ എല്ലാവരുടെയും കയ്യടി നേടിയെടുത്ത താരമാണ്. 5-ാം നമ്പറിൽ ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ കളിച്ചേക്കും. ഇന്ത്യയുടെ T20 ടീമിൽ മധ്യനിരയിൽ സ്ഥാനമുറപ്പിക്കാൻ ജിതേഷിന് ബാറ്റിംഗിൽ തിളങ്ങുകയും ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതായുണ്ട്. 6-ാം നമ്പറിൽ ഓൾറൗണ്ടർ രമൺദീപ് സിംഗ് കളിക്കും. മത്സരഫലത്തെ ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ ശേഷിയുള്ള രമൺദീപ് ഇതിനോടകം ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചിട്ടുമുണ്ട്. 2 T20 മത്സരങ്ങളാണ് രമൺദീപ് സിംഗ് ഇന്ത്യൻ ജേഴ്സിയിൽ കളിച്ചത്. 7-ാം നമ്പറിൽ അശുതോഷ് ശർമ്മ കളിക്കാനാണ് സാധ്യത. ഏത് ബാറ്റിംഗ് പൊസിഷനിലും കളിപ്പിക്കാൻ സാധിക്കുന്ന താരമാണ് അശുതോഷ്. IPL-ലും മികവ് പുറത്തെടുക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. ഫിനിഷർ എന്ന നിലയിൽ അപാരമായ മികവാണ് അദ്ദേഹത്തിനുള്ളത്. 8-ാം നമ്പറിൽ വിജയ്കുമാർ വൈശാഖിനാവും സ്ഥാനം. പേസ് ബോളറായ വിജയ്കുമാർ വൈശാഖ് വിക്കറ്റ് വീഴ്ത്താൻ മിടുക്ക് കാട്ടുന്ന മീഡിയം പേസറാണ്. 9-ാം നമ്പറിൽ യാഷ് ഠാക്കൂർ അല്ലെങ്കിൽ യുദ്ധ്വീർ സിംഗ് എന്നിവരിൽ ഒരാൾ ഇടം പിടിച്ചേക്കും. രണ്ടുപേരും മികവ് തെളിയിച്ചിട്ടുള്ള പേസർമാരാണ്. 10-ാം നമ്പറിൽ സ്പിന്നർ ഹർഷ് ദുബൈയും 11-ാമനായി സുയാഷ് ശർമ്മയും കളിക്കാനാണ് കൂടുതൽ സാധ്യത. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലുമായി BCCIയുടെ ബന്ധം മോശമായ സാഹചര്യത്തിൽ ഇന്ത്യക്ക് പരമ്പര നേട്ടം വളരെ നിർണായകമാണ്. ഇന്ത്യയുടെ സാധ്യത ടീം എങ്ങനെയായിരിക്കുമെന്ന് ഒന്നുകൂടി പറയാം. വൈഭവ് സൂര്യവംശിയും പ്രിയാൻഷ് ആര്യയും ഓപ്പണർമാരായി കളിക്കും. നേഹൽ വധേര 3-ാമത്തെ പൊസിഷനിലും നമൻദിർ 4-ാം നമ്പറിലും കളിക്കും. ജിതേഷ് ശർമ്മ, രമൺദീപ് സിംഗ്, അശുതോഷ് ശർമ്മ, വിജയ്കുമാർ വൈശാഖ്, ഹർഷ് ദുബൈ, സുയാഷ് ശർമ്മ എന്നിവരെല്ലാം ടീമിലുണ്ടാകും. യാഷ് ഠാക്കൂർ, യുദ്ധ്വീർ സിംഗ് എന്നിവരിൽ ഒരാളായിരിക്കും ടീമിൽ പേസറായി ഇടം പിടിക്കുക. എന്തായാലും ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർസ് ടൂർണമെന്റിൽ ഇന്ത്യ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ.